ഹായ്, ഇന്ന് ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ളൊരു സോപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള ചെമ്പരത്തിപ്പൂവ്, ബേസ് സോപ്പിൻ്റെ, വൈറ്റമിൻ ഇ, അലോവേറ ജെല്, ഫ്രാഗ്രൻസ് ഓയിൽ. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളെല്ലാം അടർത്തിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊരു 5 മിനിറ്റ് നേരം മുക്കി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറുകളെല്ലാം അതിലേക്ക് വരും. അതാണ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ കളർ തന്നെ വരുമെന്ന് അറിയില്ല. ഞാൻ വേറെ കളറുകളൊന്നും ആഡ് ചെയ്യണില്ല. ഈ ചെമ്പരത്തിപ്പൂ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് നേരം അതിനകത്ത് കിടന്ന് കഴിയുമ്പോൾ ആ കളറുകളൊക്കെ അതിലേക്ക് ഇറങ്ങും. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളത്തിൽ നിന്ന് ഈ പൂവിൻ്റെ ഇതളുകൾ മാറ്റി വയ്ക്കാം. ഈ കളറാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. സോപ്പിന് ഈ കളറ് കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. സോപ്പ് ബേസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മെൽറ്റാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യുന്നത്. ഇത് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം. വെള്ളം ചൂടായി വരുന്നുണ്ട്. സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ടുള്ളത് നമുക്കിതിനകത്തേക്ക് വയ്ക്കാം. ഇതവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. ചെറുതായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ബേസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് ചെമ്പരത്തിയുടെ ജ്യൂസ്, അലോവേറ ജെല്ല്, വൈറ്റമിൻ ഇ ഇതൊഴിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളറാകെ മാറിയിട്ടുണ്ട്. അത് 10 തുള്ളി മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ബോയിൽ ചെയ്യാൻ വെച്ചേക്കുന്ന വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാനായിട്ട്. മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ചെമ്പരത്തി കൊണ്ട് ഉണ്ടാക്കിയ സോപ്പ് റെഡി ആയിട്ടുണ്ട്. അത് ഡീമോൾഡ് ചെയ്യാണ്. നല്ല കട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ട ആ കളറല്ല കേട്ടോ ഇതിന് കിട്ടിയേക്കണേ. വേറൊരു കളറാണ്. ഞാൻ വേറെ കളറൊന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. സോപ്പ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സോപ്പ് ബേസ് ആവശ്യമുള്ളവരും വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം.